ിട്ടുണ്ട് ഇന്ന് നമുക്ക് ആ ശ്രീനിയുടെ ഫോട്ടോ കൂടി നമുക്കൊന്ന് കാണിക്കാം. ശ്രീനിയുടെ ഭാര്യ ലത രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ലതയുടെ മകനും ശ്രീനിയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ശ്രീനി. ശ്രീനിയെ മിസ്സിംഗ് ആണിപ്പോൾ. ശ്രീനിയെ കണ്ടെത്തിയിട്ടില്ല. ശ്രീനിയുടെ ഭാര്യ ലതയാണ് ഈ നടന്നു വരുന്നത്. ഇവരുടെ മകനെയും മിസ്സിംഗ് ആണ്. മേപ്പാടി ക്യാമ്പിലുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് മകളുടെ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശ്രീനി എവിടെയെന്ന് ഒരു ധാരണയുമില്ല. ഇവരുടെ മകനെയും മിസ്സിംഗ് ആണ് എന്നതാണ് ഏറെ ഖേദകരമായ കാര്യം. ലതയെ തിരിച്ച് ജീവനോടെ രക്ഷാപ്രവർത്തകർക്ക് തിരിച്ചെത്തിക്കാൻ സാധിച്ചു. പക്ഷേ ശ്രീനിയെ നഷ്ടപ്പെട്ടു. എവിടെയാണെന്നറിയില്ല. മിസ്സിംഗ് ആണ്. ഒരു ക്യാമ്പിലും ശ്രീനിയുടെ പേരില്ല. ഒരാശുപത്രിയിലും ശ്രീനിയുടെ പേരില്ല. ഇവരുടെ മകൻ്റെ പേരും എങ്ങുമില്ല എന്നതാണ്. മകൻ്റെ പേരാണ്. മകൻ്റെ ഫോട്ടോ കൂടി നമുക്ക് കൊടുക്കാം. അത് ശ്രീലേഷാണ്. എനിക്കൊന്ന് ആ ശ്രീലേഷിൻ്റെ ദൃശ്യം ഒന്ന് താഴേക്ക് ഡൗൺ ചെയ്ത് കൊടുക്കുകയോ. ഇതാണ് ശ്രീലേഷിൻ്റെയും ശ്രീനിയുടെയും ഒരു വിവരവുമില്ല. പക്ഷേ ശ്രീലേഷിൻ്റെ അമ്മയാണിത്. ശ്രീനി ലതയെയും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. മകനെയും ഭർത്താവിനെയും നഷ്ടപ്പെട്ടിട്ടുണ്ട് ലതയ്ക്ക് എന്നതാണ് ഏറെ ഖേദകരമായ കാര്യം. ആരെങ്കിലും ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്നവർ ഏതെങ്കിലും ക്യാമ്പിലോ ഏതെങ്കിലും സ്ഥലങ്ങളിലോ ഇവരെ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ടറിൻ്റെ ഹെൽപ്പ് ഡെസ്ക് നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ചറിയിക്കാവുന്നതാണ്. ലതയെ തിരിച്ചു കിട്ടി. പക്ഷേ ശ്രീനിയെയും ശ്രീലേഷിനെയും കിട്ടിയിട്ടില്ല. ഇത് ശ്രീനിയുടെ ഭാര്യ ലതയുടെ ചിത്രങ്ങളാണ്. നേരത്തെ ഷീജയുടെ ദൃശ്യങ്ങളാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്മളല്ല, റംല ഐഡൻറ്റിഫൈ ചെയ്തത്. പക്ഷേ അത് ശ്രീനിയുടെ ഭാര്യ ലതയുടേതാണ്. ഈ ദുരന്തത്തിൽ ലതയുടെ ഭർത്താവ് ശ്രീനിയുടെ ജീവൻ നഷ്ടപ്പെട്ടോ എന്നറിയില്ല. മിസ്സിംഗ് ആണ്. ശ്രീലേഷിൻ്റെ കാര്യത്തിൽ നമുക്ക് നിശ്ചയമില്ല. മിസ്സിംഗ് ആയിട്ടാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അമ്മ രക്ഷപ്പെട്ടു. മകനും ഭർത്താവിനെയും മിസ്സിംഗ് ആണ് എന്നതാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ്. ഇതാണ് ശ്രീലേഷ്, ഇതാണ് ശ്രീനിയും ലതയും ശ്രീലേഷുമാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. അതിൽ ലത ജീവിതത്തിലേക്ക് തിരികെ എത്തി. പക്ഷേ ശ്രീലേഷിനെയും ശ്രീനിയെയും കാണാനില്ല. മിസ്സിംഗ് ആണ് എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്നവർ നമ്മളുടെ ഹെൽപ്പ് ഡെസ്ക് നമ്പറിലോ ഞങ്ങളുടെ റിപ്പോർട്ടർമാരുമായോ നിങ്ങൾ ബന്ധപ്പെടേണ്ടതാണ്. നമുക്കവരെ ട്രേസ് ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്ക് തിരിച്ച് ലതയുടെ അടുക്കലേക്ക് അവരെ എത്തിക്കാൻ സാധിച്ചാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അത്ഭുതകരമായ റാബിയെ പോലെയുള്ള ആളുകൾ, ലതയെ പോലെയുള്ള ആളുകൾ രക്ഷപ്പെടുകയും ശ്രീനിയെ പോലെയുള്ള ആളുകൾ, നാസറിനെ പോലെയുള്ള ആളുകൾ ദുരന്തത്തിന് കീഴടങ്ങുകയും ചെയ്തു എന്നത് വേദനിപ്പിക്കുന്ന വാർത്ത തന്നെയാണ്. എല്ലാവരും നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ കുഴപ്പമില്ലെന്ന് നേരത്തെ അബ്ദുള്ളക്കുട്ടി പറയുന്നത് നമ്മൾ കേട്ടു. ഇത് ശ്രീനിയും ശ്രീലേഷിൻ്റെയും ചിത്രങ്ങളാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. ഒരു പ്രദേശമാകെ ഉരുളെടുക്കുമ്പോൾ ഒരുപാട് മനുഷ്യർക്ക് അവരുടെ ഉറ്റവരെ നഷ്ടപ്പെട്ടതിൻ്റെ കഥകളാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1562 പേരെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചു. അതിലൊരാളാണ് ലത. പക്ഷേ മകനെയും ഭർത്താവിനെയും നഷ്ടപ്പെട്ടു ലതയ്ക്ക് എന്നതാണ്. ഈ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് ലതയെ കാണാം, ലതയുടെ ഭർത്താവ് ശ്രീനിയെ കാണാം, ശ്രീലേഷിനെ കാണാം. ശ്രീലേഷും ശ്രീനിയും എവിടെയെന്നറിയില്ല. ലതയെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. ഒരു വീട്ടിൽ 3 പേരും ഉണ്ടായിരുന്നു. ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന ലതയുടെ ചിത്രമാണ് പ്രേക്ഷകർ കാണുന്നത്. നിർഭാഗ്യവശാൽ ശ്രീനിയും ശ്രീലേഷും എവിടെയെന്ന് നമുക്കറിയില്ല.